ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളോണിയൽ ഡിസ്കോഴ്സസ് എന്ന ടോപ്പിക്കാണ്. കൊളോണിയൽ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള കൊളോണിയലിസ്റ്റുകളുടെ വാദം എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ ഇന്ത്യയെ ഭരിക്കുന്നതിനുള്ള ന്യായീകരണമായിട്ട് ഒരു പ്രത്യേക ആശയലോകം നിർമ്മിച്ചു. ഈ വാദങ്ങൾ ഇന്ത്യയെ ഒരു പിന്നോക്കവും സ്വയം ഭരിക്കാൻ കഴിവില്ലാത്തതുമായിട്ടുള്ള സമൂഹമായി ചിത്രീകരിക്കുകയും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ പുരോഗതിക്കായി അനിവാര്യമാണെന്ന് സ്ഥാപിക്കുകയുമായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവർ അങ്ങനെയാണ് ഇന്ത്യയെ കണ്ടിരുന്നത്, ബ്രിട്ടീഷുകാർ. ഓക്കെ, അപ്പം അവരുടെ ആദ്യത്തെ വാദം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരു രാഷ്ട്രമല്ല എന്നുള്ളതാണ്. ഇന്ത്യ ഈസ് നോട്ട് എ നാഷൻ. അതായത് കൊളോണിയൽ ചിന്തകരുടെ പ്രധാന വാദം ഇന്ത്യ ഒരിക്കലും ഒരു രാഷ്ട്രമായിരുന്നില്ല എന്നതായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഭാഷ, മതം, ജാതി, സംസ്കാരം, പ്രദേശം എന്നിവയിൽ അതീവ വൈവിധ്യമുള്ള ഒരു ഭൂവിഭാഗം മാത്രമാണ്. അതിനാൽ ഇന്ത്യക്കാർക്ക് പൊതുവായ ദേശീയ ബോധം ഇല്ലെന്നും അവർ വാദിച്ചു. ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ് ഇന്ത്യ ഒരു രാഷ്ട്രീയ യൂണിറ്റായി മാറിയതെന്നും അവർ അവകാശപ്പെട്ടു. മറ്റൊരു വാദമാണ്, ഇന്ത്യക്കാർക്ക് സ്വയം ഭരിക്കാനുള്ള കഴിവില്ല. ഇന്ത്യൻസ് ആർ ഇൻകാപ്പബിൾ ഓഫ് സെൽഫ് റൂൾ. അതായത് കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യക്കാരെ രാഷ്ട്രീയമായി അപക്വരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജനാധിപത്യം, നിയമവാഴ്ച, ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനം എന്നിവ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഇന്ത്യക്കാർക്ക് സ്വയം രാജ്യം ഭരിക്കാൻ സാധിക്കില്ലെന്നും അവർ വാദിച്ചു. അതിനാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ നന്മയ്ക്കു വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാകർതൃ ഭരണം ആണെന്ന് അവർ പ്രചരിപ്പിച്ചു. അതുപോലെ അവരുടെ മറ്റൊരാശയമാണ് സിവിലൈസിംഗ് മിഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ തങ്ങൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ ലക്ഷ്യം ഇന്ത്യയെ പരിഷ്കരിക്കുക എന്നതാണെന്ന് അവകാശപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസം, ശാസ്ത്രം, റെയിൽവേ, തപാൽ, നിയമവ്യവസ്ഥ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നിവ ഇന്ത്യക്ക് നൽകിയതിലൂടെ അവർ ഇന്ത്യയെ നാഗരികമാക്കി എന്ന് അവർ പറഞ്ഞു. ഈ ആശയം വൈറ്റ് മാൻസ് ബേർഡൻ എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റ് വീക്ഷണം നോക്കുകയാണെങ്കിൽ, കൊളോണിയൽ പണ്ഡിതന്മാർ ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തെ പ്രശംസിച്ചെങ്കിലും ആധുനിക ഇന്ത്യയെ അധപ്പതിച്ച സമൂഹമായിട്ടാണ് അവരും അവതരിപ്പിക്കുന്നത്. അവർ ഇന്ത്യയെ മാറ്റമില്ലാത്തതും യുക്തിചിന്തയില്ലാത്തതും പാരമ്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ളൊരു സമൂഹമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു ആശയം, അതായത് വിഭജിച്ച് ഭരിക്കുക എന്നൊരാശയം. ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം, ജാതി, പ്രദേശം തുടങ്ങിയ വ്യത്യാസങ്ങളെ ഊന്നിപ്പറഞ്ഞ് ഇന്ത്യയിൽ ഒരിക്കലും ഐക്യമുണ്ടാകില്ലെന്ന് കൊളോണിയലിസ്റ്റുകൾ വാദിക്കുന്നു. ദേശീയതയുടെ വളർച്ചയെ ദുർബലപ്പെടുത്താൻ ഈ ഭിന്നതകൾ അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയത ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന വാദവുമുണ്ട്. ഇന്ത്യൻ ദേശീയത സ്വാഭാവികമായി വളർന്നതല്ലെന്നും ബ്രിട്ടീഷുകാർ നൽകിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പത്രങ്ങൾ, റെയിൽവേ, ടെലിഗ്രാഫ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളുടെ ഫലമായാണ് ദേശീയത ഉണ്ടായതെന്നും അവർ വാദിക്കുന്നു. അതിനാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷ് ഭരണത്തോട് കടപ്പാടുണ്ടെന്നും അവർ പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ ജെയിംസ് മിൽ, ജോൺ എലിയറ്റ്, ജോൺ ഡൗസൺ, ഡബ്ല്യു ഹണ്ടർ, വിൻസെൻ്റ് സ്മിത്ത് ഇവരൊക്കെ ഈ കൊളോണിയൽ ഡിസ്കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇവരെന്താണ്, ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന വാദം അക്സെപ്റ്റൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല, പകരം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആവിഷ്കാരമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വാലന്റൈൻ ഷിറോൾ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ അൺറസ്റ്റ് എന്ന ഒരു പുസ്തകമുണ്ട്. 1910 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്നതൊരു ജിയോഗ്രഫിക്കൽ എക്സ്പ്രഷനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിൻസെൻ്റ് സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഐക്യത്തിൻ്റെ അഭാവം ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കൊളോണിയൽ ഡിസ്കോഴ്സിൽ വരുന്നത്. പിന്നെ അതിന് ഒത്തിരി ഈ കൊളോണിയൽ വാദങ്ങളുടെ വിമർശനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ദേശീയവാദികളും പിന്നീട് വന്ന ചരിത്രകാരന്മാരും ഒക്കെ ഈ ഒരു വാദങ്ങളെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് മുൻപും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ
വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയത ബ്രിട്ടീഷുകാരുടെ സമ്മാനമല്ല, കൊളോണിയൽ ചൂഷണത്തിനെതിരായ ഇന്ത്യൻ ജനതയുടെ പ്രതികരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വൈവിധ്യം ദേശീയതയ്ക്ക് തടസ്സമല്ല, മറിച്ച് വൈവിധ്യത്തിലെ ഐക്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയത്തിലൂടെ ദേശീയത ശക്തിപ്പെട്ടു എന്നൊക്കെയാണ് ഇവിടുത്തെ, അതായത് ദേശീയവാദികൾ വാദിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ഇൻ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഈ ഒരു ഡ്രെയിൻ തിയറിയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് ക്രമബദ്ധമായി ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിപ്പോയതിനെ വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. കൊളോണിയൽ ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണം വെളിപ്പെടുത്താൻ ഈ സിദ്ധാന്തം അദ്ദേഹം ഉപയോഗിച്ചു. അപ്പം അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും 4 രീതിയിലാണ് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർന്നത് എന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയിലൂടെയാണ് ഒന്നാമതായി ഇന്ത്യയിലെ സമ്പത്ത് ചോർന്നത് എന്ന് പറയുന്നു. രണ്ടാമത്തത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പെൻഷനിലൂടെയും സമ്പത്ത് ചോർന്നു. അതുപോലെ മൂന്നാമത്തത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുന്നത് വഴിയുള്ള ലാഭം, ഇതിലൂടെയും ഇന്ത്യക്കാരുടെ സമ്പത്ത് ചോർന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി വഴി ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോകുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം കൃത്യമായിട്ട് ഒരു കണക്ക് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് 8 മില്യൺ ചോർച്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് പിന്നീട് കൂടി വരുന്നുണ്ട്. 1870കളിൽ 12 മില്യൺ ചോർച്ച സംഭവിച്ചു എന്നും പിന്നീട് 1893 ആവുമ്പോഴേക്കും അത് 25 കോടി രൂപ ചോർന്നു പോയെന്നും പറയുന്നു. പിന്നീട് 1883 മുതൽ 1892 വരെ 359 ക്രോർ ചോർച്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് 1905 ആവുമ്പോഴത്തേക്കും 51.5 ക്രോർ ഇവിടുന്ന് നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് GV ജോഷി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 1834 മുതൽ 1838 വരെ 600 മില്യൺ ചോർച്ച ഇവിടെ സംഭവിച്ചു എന്നാണ്, സാമ്പത്തിക ചോർച്ച ഇവിടെ സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. SN ബാനർജിയുടെ അഭിപ്രായത്തിൽ 30 മില്യൺ, അതായത് അവസാനത്തെ 30 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 30 മില്യൺ സാമ്പത്തിക ചോർച്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. RC ദത്തിൻ്റെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 20 മില്യൺ സാമ്പത്തിക ചോർച്ച ഇന്ത്യയിൽ സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് ഇന്ത്യയിലെ സാമ്പത്തിക എക്കോണമിയെ ഇത് മെയിനായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോവർട്ടിക്ക് കാരണമായി, അതായത് ദാരിദ്ര്യത്തിന് കാരണമായി, അതുപോലെ തന്നെ ക്ഷാമങ്ങൾക്ക് വളരെയധികം ഇത് കാരണമായി എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വരുമാനത്തെയും അതുപോലെ തൊഴിൽ മേഖലയെയും ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ഇത് ബാധിച്ചു എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഇംഗ്ലണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ 1750 ശേഷം വളർച്ചയുടെ ഉയർന്ന ഘട്ടം അവർ കൈവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അഗ്രികൾച്ചറലായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനുമൊക്കെ ഈ ഒരു പൈസ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരം, ഈ നിക്ഷേപങ്ങളൊക്കെ ഇംഗ്ലണ്ടിലെ കാർഷിക വ്യവസായ വിപ്ലവത്തിന് കാരണമായി എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അടുത്ത ടോപ്പിക്കാണ് റിലീജിയസ് നാഷണലിസം ആൻഡ് കൾച്ചറൽ നാഷണലിസം. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. റിലീജിയസ് നാഷണലിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മതമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയെയാണ് മതാധിഷ്ഠിത ദേശീയത അഥവാ റിലീജിയസ് നാഷണലിസം എന്ന് നമ്മൾ പറയുന്നത്. ഒരേ മതവിശ്വാസമുള്ളവർ ഒരു രാഷ്ട്രമായി സംഘടിക്കണമെന്നാണ് ഈ സിദ്ധാന്തം വാദിക്കുന്നത്.
ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ആശയം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ശക്തമായി ഉയർന്നു. പ്രത്യേകിച്ച് ഹിന്ദു ദേശീയതയും മുസ്ലിം ദേശീയതയും ഇതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ്. ഹിന്ദു ദേശീയതയുടെ വക്താക്കളിൽ വി.ഡി. സവർക്കർ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുവ എന്ന ആശയം ഇന്ത്യയെ ഹിന്ദുക്കളുടെ സാംസ്കാരിക ദേശീയ മാതൃഭൂമിയായി അവതരിപ്പിച്ചു. മറുവശത്ത് മുസ്ലിം ദേശീയതയുടെ ഭാഗമായി മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച 2 നാഷൻ തിയറി അനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്. റിലീജിയസ് നാഷണലിസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. മതം ദേശീയതയുടെ പ്രധാന അടിത്തറയായി കണക്കാക്കുന്നു. മതപരമായ ഐക്യത്തിന് മുൻഗണന നൽകുന്നു. രാഷ്ട്രത്തിൻ്റെ ചരിത്രവും സംസ്കാരവും മതവുമായി ബന്ധിപ്പിക്കുന്നു. മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ മൂല്യങ്ങളെ ദേശീയ മൂല്യങ്ങളായി അവതരിപ്പിക്കാനുള്ള പ്രവണത കാണാം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മതസമൂഹത്തിനുള്ളിൽ ഐക്യവും കൂട്ടായ്മയും വളർത്താൻ സഹായിക്കുന്നു. മതപരമായ പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കാൻ പ്രചോദനം നൽകുന്നു. വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മതവിഭജനവും സാമുദായിക സംഘർഷങ്ങളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കാം. മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ ആശയവുമായി പലപ്പോഴും സംഘർഷത്തിലാകുന്നു. ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മതാധിഷ്ഠിത ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തതാണ് കൾച്ചറൽ നാഷണലിസം അഥവാ സാംസ്കാരിക ദേശീയത. ഒരു രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ അടിത്തറ പൊതുവായ സംസ്കാരം, ഭാഷ, ചരിത്രം, പാരമ്പര്യം, സാഹിത്യം, കല, ആചാരങ്ങൾ എന്നിവയാണെന്ന് വാദിക്കുന്ന ദേശീയതയാണ് സാംസ്കാരിക ദേശീയത. ഈ സമീപനം അനുസരിച്ച് ദേശീയത രാഷ്ട്രീയ അതിർത്തികളിലൂടെ മാത്രം രൂപപ്പെടുന്നതല്ല, മറിച്ച് ഒരു സമൂഹം പങ്കിടുന്ന സാംസ്കാരിക അനുഭവങ്ങളിലൂടെയാണ് അത് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയതയുടെ വളർച്ചയിൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ്, അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ ടാഗോർ എന്നിവർ സുപ്രധാന പങ്കുവഹിച്ചു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം, വിവേകാനന്ദൻ്റെ ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ചുള്ള ആശയങ്ങൾ, ടാഗോറിൻ്റെ സാംസ്കാരിക മാനവികത എന്നിവ ദേശീയ ബോധത്തെ ശക്തിപ്പെടുത്തി. ഇതിൻ്റെ സവിശേഷതകൾ. പൊതുവായ സംസ്കാരവും ചരിത്രവും ദേശീയ ഐക്യത്തിൻ്റെ അടിത്തറയായി കാണുന്നു. ഭാഷ, സാഹിത്യം, കല, പൈതൃകം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ദേശീയ അഭിമാനവും ചരിത്രബോധവും വളർത്താൻ ശ്രമിക്കുന്നു. സംസ്കാരത്തെ രാഷ്ട്രീയ അതിർത്തികളേക്കാൾ ദീർഘകാല ദേശീയ ഘടകമായി കാണുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ. ദേശീയ ഐക്യവും സാംസ്കാരിക അഭിമാനവും വളർത്തുന്നു. പൈതൃകവും കലയും ഭാഷയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അധിനിവേശത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം വളർത്താൻ സഹായിക്കുന്നു. വിമർശനങ്ങൾ. ഒരു സംസ്കാരത്തെ മാത്രം ദേശീയ സംസ്കാരമായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട്. ബഹുസാംസ്കാരിക സമൂഹങ്ങളിൽ മറ്റ് സംസ്കാരങ്ങൾ അവഗണിക്കപ്പെടാം. സാംസ്കാരിക ദേശീയത ചിലപ്പോൾ മതാധിഷ്ഠിത ദേശീയതയിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്ന വിമർശനവും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്.